മഴക്കാലം കടുക്കുമ്പോൾ പക്ഷിമൃഗാദികൾ പ്രകൃതിയിൽ ചില മുന്നറിയിപ്പുകൾ നൽകുന്നത് പതിവാണ്. എന്നാൽ ഇന്ന് പ്രകൃതിയിൽ നിന്ന് ഇത്തരം സൂചനകൾ ലഭിച്ചാൽ പോലും നമ്മൾ മനുഷ്യർ അവയെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മഴയും മഴക്കാലവും മലയാളികൾക്ക് പുതിയതല്ല. ചെറുപ്പം മുതൽ നമ്മൾ കണ്ടുവളർന്ന മഴയല്ല ഇന്ന് നമ്മൾ കാണുന്നത്. മഴയുടെ തീവ്രത അതിശക്തമായി തന്നെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. മഴയും കാറ്റും കൊടുങ്കാറ്റും വരുന്നതിന് മുൻപ് മനുഷ്യർ കാലാവസ്ഥാ പ്രവചനങ്ങൾക്കായി സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുമ്പോൾ പ്രകൃതിയിലെ മൃഗങ്ങളും പക്ഷികളും തങ്ങളുടെ അതിസൂക്ഷ്മമായ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അത് നേരത്തെ തന്നെ തിരിച്ചറിയാറുണ്ട്. അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈർപ്പം, കാറ്റിന്റെ ദിശ, ഭൂമിയുടെ കമ്പനങ്ങൾ എന്നിവ തിരിച്ചറിയാനുള്ള അപാരമായ കഴിവുകൾ പക്ഷി മൃഗാദികൾക്കുണ്ട്. അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുമ്പോൾ വായുവിന് കനം കൂടുകയും കീടങ്ങൾ താഴ്ന്നു പറക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇവയെ വേട്ടയാടാൻ വിഴുങ്ങുന്ന പക്ഷികൾ, മാടപ്രാവുകൾ തുടങ്ങിയവയും താഴ്ന്നു പറക്കാറുണ്ട്. കാക്കകൾ, കുയിലുകൾ എന്നിവ മഴയ്ക്കു മുൻപ് അസാധാരണമായ ഉച്ചത്തിൽ കരയുകയും ഒച്ചവയ്ക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ കടൽ പക്ഷികളും കടൽ കാക്കകളും പ്രക്ഷുബ്ധമായ കാലാവസ്ഥ വരുന്നതിനു മുൻപ് കരയിലേക്ക് മാറുകയും തീരങ്ങളിലോ മരങ്ങളിലോ പറന്നിരിക്കുകയും ചെയ്യുന്നു. വളർത്തുമൃഗങ്ങളും മറ്റ് സസ്തനികളും, പ്രധാനമായും പശുക്കൾ, നിലത്ത് കിടന്നാൽ മഴ വരും എന്നത് ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന പഴയൊരു വിശ്വാസമാണ്. അന്തരീക്ഷമർദ്ദം കുറയുമ്പോഴും വായുവിൽ തണുപ്പും ഈർപ്പവും കൂടുമ്പോഴും പശുക്കൾ തങ്ങളുടെ ശരീരതാപം നിലനിർത്താൻ ഉണങ്ങിയ പുല്ലിൽ കിടക്കാറുണ്ട്. ഇതെല്ലാം മഴ വരാനും വരാനിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ഒരു മുന്നറിയിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. മഴ വരുന്നതിന് മുൻപ് പൂച്ചകൾ അമിതമായി ചെവികൾ തിരുമുകയും അസ്വസ്ഥത കാണിക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പവും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും പൂച്ചകളുടെ രോമങ്ങളിലും ചെവികളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാനമായ കാരണം. അതോടൊപ്പം നായ്ക്കൾ കാറ്റും മിന്നലും വരുന്നതിന് തൊട്ടു മുൻപ് അന്തരീക്ഷത്തിലുണ്ടാകുന്ന അൾട്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാൻ നായകൾക്ക് സാധിക്കാറുണ്ട്. അതിനാൽ അവ അനാവശ്യമായി ഓടി നടക്കുക, ഭയന്ന് വീടിനുള്ളിൽ ഒളിക്കുക, ഓലിയിടുക എന്നിവ ചെയ്യാറുണ്ട്. ഒപ്പം തവളകളും മഴക്കാലത്തിന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പുകാരായാണ് കാണപ്പെടുന്നത്. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ ആൺതവളകൾ പെൺതവളകളെ ആകർഷിക്കുന്നതായും കൂട്ടത്തോടെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. ഇനി വായുവിൽ ഈർപ്പവും അന്തരീക്ഷമർദ്ദത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഉണ്ടാകുമ്പോൾ പാമ്പുകളും വളരെ വേഗത്തിൽ അസ്വസ്ഥരാകുകയും തങ്ങളുടെ ഗർത്തങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യാറുണ്ട്. ഉറുമ്പുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ അവയുടെ മുട്ടകളും ഭക്ഷണവും സുരക്ഷിതമായ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തുടങ്ങും. ഉറുമ്പുകൾ വരിവരിയായി മുകളിലേക്ക് കയറുന്നത് കണ്ടാൽ ഉടനെ വലിയ മഴ പ്രതീക്ഷിക്കാമെന്നതാണ് മറ്റൊരു കാരണം. തൊട്ടുമുൻപ് ചിതലുകൾ ചിറകുകൾ മുളച്ച് കൂട്ടത്തോടെ വെളിച്ചത്തിലേക്ക് വരുന്നത് മഴക്കാറ് അടുത്തെത്തി എന്നതിന്റെ മറ്റൊരു തെളിവാണ്. ഇത്തരത്തിലെ മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾക്ക് നഷ്ടമായതും. സ്റ്റോറി ഡെസ്ക്, ജനം.